ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് ബഡ്ജീസിനെ ഈ ഒരു സമയത്ത് വീട്ടിൽ വളർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഒരു ബഡ്ജീസിനെ മേടിക്കാന്ന് പറഞ്ഞ് ഞാൻ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും അറിഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. നമുക്കറിയാം, കൊറോണ സമയത്ത് നമ്മൾ ഒരു ബഡ്ജീസിനെ മേടിച്ചുകൊണ്ടിരുന്നത് 350-400 രൂപയ്ക്ക്. അപ്പോൾ അതിന് നേരെ പാതയായിട്ട് വില കുറഞ്ഞ് 200-250 രൂപയാണ് സാധാരണ നോർമൽ ബഡ്ജീസിന് വില വരുന്നത്. അത് നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷേ അങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മുടെ സാധാരണക്കാരുടെ ഇടയ്ക്ക് ഇതിനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയി, അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു വിലയിലേക്ക് താന്നത്. അതുപോലെ തിനയ്ക്ക് ഭയങ്കരമായിട്ട് വില കൂടി. ഇപ്പോൾ ഉള്ള കറക്റ്റ് റേറ്റ് പറയുകയാണെങ്കിൽ 85-90 രൂപയ്ക്കാണ് റീറ്റെയിൽ ഷോപ്പുകളിൽ 1 കിലോ തിനയ്ക്ക് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിൽ ഇനിയും റേറ്റ് കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ 90 രൂപ ഉള്ളെങ്കിൽ ഇനി ഒരു മാസത്തോടെ കൂടുമ്പോൾ 5-10 രൂപ വെച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. റീറ്റെയിൽ ഷോപ്പിൽ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഇത്രയും വില കൂടാൻ കാരണം ഇത് നേരത്തെ ഹാർവെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റമാണ് നമുക്കിപ്പം ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പല ഫുഡ് പ്രൊഡക്റ്റും ഉണ്ടാക്കാൻ വേണ്ടി വേറെ പോകുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇതിന് ഇത്രയും റേറ്റ് വരാൻ കാരണമായെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതേപോലെ അടുത്ത ഫെബ്രുവരി മാർച്ച് വരെ ഇതേപോലെ വില കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 2 പേര് ബഡ്ജീസിനെ വീട്ടിൽ വളർത്തുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേന് എങ്ങനെ പോയാലും 1 കിലോ തിനയാവും. അതുപോലെ തന്നെ ഇത് എഗ്ഗിലിരിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് തിനയ്ക്ക് ചിലവ് വരുന്നുണ്ട്. നമ്മൾ പണ്ട് വളർത്തിയ എക്സ്പീരിയൻസിലാണ് നമ്മൾ പറയുന്നത്. ബഡ്ജീസിനെ എങ്ങനെ ബ്രീഡ് ചെയ്യാം, അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഒരു സമയത്ത് ബഡ്ജീസിന് ഇത്രയും ഒരു ഡിമാൻഡ് കുറയാൻ കാരണം തിനയുടെ വില തന്നെയാണ്. പനിക്കുറുക്ക, തുളസി പോലുള്ള ഇല ഐറ്റംസ് ഇവർ കഴിക്കുമെങ്കിൽ ഇവരുടെ മെയിൻ ഫുഡായിട്ട് വരുന്നത് തിനയാണ്. അതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് ബ്രീഡായ കുട്ടിയെ ഷോപ്പിൽ എടുക്കുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ കറക്റ്റായിട്ടൊരു മറുപടി പറയുന്നില്ല. എന്തായാലും 1 കിലോ തിനയുടെ പൈസ പോലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഞാനിപ്പം പറഞ്ഞത് എൻ്റെ ഒരു കൊല്ലം ജില്ലയ്ക്കകത്തുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പം കേരളത്തിനകത്ത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കേരളത്തിൻ്റെ വെളിയിലോട്ട് നമ്മളിപ്പം റീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിക്കുള്ള റേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തിന ചിലപ്പോൾ നമുക്കിതിൽ റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ സെയിലും കാര്യങ്ങളും എങ്ങനെ കേരളത്തിന് വെളിയിലോട്ട് നടത്തുന്നത്, എങ്ങനെ നമുക്ക് പ്രൈസ് കിട്ടും, എന്തോരം പ്രൈസ് ഉണ്ട്, അതൊക്കെ ഒന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ബഡ്ജീസിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന് മേടിക്കണമെന്ന് താല്പര്യം കാണും. പക്ഷേ ഈ ഒരു വില നിൽക്കുന്നതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. ഇപ്പം ബഡ്ജീസിൻ്റെ തിനയുടെയൊക്കെ വില നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്കിത് അഫോർഡബിൾ ആണെങ്കിൽ ഇത് മേടിക്കുക. ഇപ്പോൾ ഉള്ള കറൻറ്റ് അവസ്ഥയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇതിലെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വേറെയും റീസൺസ് ആണ് ഇതിന് വില കൂടാൻ. ചിലപ്പോൾ എക്സ്പോർട്ടിങ് കാണുമായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് റീറ്റെയിൽ ഷോപ്പിംഗ് കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിസിലാണ്. എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്ക ആൾക്കാരും ഒരു വട്ടമെങ്കിലും ബഡ്ജീസിനെ വളർത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതിപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക.